ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSA മോക്ക് ടെസ്റ്റ് 50 ചോദ്യങ്ങളാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൂ ഈസ് ദ 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ? ആൻസർ ജസ്റ്റിസ് BR ഗവായി. ഓക്കെ, റിലേറ്റഡ് ഫാക്റ്റും കൂടെ ഒന്ന് നോക്കാം. നിതിൻ മധുകർ ജാംദാർ ഈസ് ദ 39th ഹൈക്കോർട്ട് ജഡ്ജ് ഓഫ് കേരള. ഓക്കെ, നിതിൻ മധുകർ ജാംദാർ ആണ് 39ാമത്തെ ഹൈക്കോർട്ട് ജഡ്ജി കേരളയുടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് ബുക്ക് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ വിച്ച് ഡേ എവറി ഇയർ? എല്ലാ വർഷവും ലോക പുസ്തക ദിനമായിട്ട് ഏപ്രിൽ 23 ആഘോഷിക്കുന്നത്. ഇന്നത്തെ തീമും കൂടെ, ഈ വർഷത്തെ തീമും കൂടെ നമുക്ക് നോക്കാം. ദ റോൾ ഓഫ് ലിറ്ററേച്ചർ ഇൻ അച്ചീവിങ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. മറ്റ് ഫാക്ട്സ്. യുനെസ്കോ ഹാസ് അനൗൺസ്ഡ് റിയോ ഡി ജനീറോ, ബ്രസീൽ ആസ് ദി വേൾഡ് ബുക്ക് ക്യാപിറ്റൽ ഓഫ് 2025 ഫോളോയിങ് സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്, ദ 2024 വേൾഡ് ബുക്ക് ക്യാപിറ്റൽ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഫാക്ട് ഓർ ക്വസ്റ്റ്യൻ. Who won the Australian Open men's singles? That is ജാനിക് സിന്നർ. ഓക്കെ, 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻ സിംഗിൾസ് ജാനിക് സിന്നറാണ്. എങ്കിൽ വനിത ആരാണെന്നും കൂടെ നമുക്ക് നോക്കാം. മാഡിസൺ കീ ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിത സിംഗിൾസ് നേടിയത്. ഓക്കെ, 2025 മാഡിസൺ കീ. ജാനിക് സിന്നർ ആയിരുന്നു മെൻസ് ഓപ്പൺ സിംഗിൾസ് നേടിയതെങ്കിൽ മാഡിസൺ കീ ആണ് വനിത ഓസ്ട്രേലിയൻ ഓപ്പൺ സിംഗിൾസ് 2025. ഓക്കെ, ക്ലിയർ? ഹൂ വൺ മിസ് യൂണിവേഴ്സ് 2024? ദാറ്റ് ഈസ് വിക്ടോറിയ കെജർ തിൽവിക്. ഓക്കെ, വിക്ടോറിയ തിൽവിക് ആണ് 2024 മിസ് യൂണിവേഴ്സ് പട്ടം നേടിയ. ഓക്കെ, ശരി. വാട്ട് ഈസ് ദ കോഡ് നെയിം ഓഫ് ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ലോഞ്ച്ഡ് ഓൺ 7th May 2025? ദാറ്റ് ഈസ് ഓപ്പറേഷൻ സിന്ദൂർ. Okay, military code name for the operation which was launched in 7th May 2025. The emergency provision of Indian Constitution was borrowed from the Government of India Act 1935. If the question asked about the suspension of fundamental rights during the emergency, then the correct answer is Germany. അതായത് നമ്മുടെ അടിയന്തരാവസ്ഥ നമ്മൾ എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. എന്നാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ, അത് സസ്പെൻഡ് ചെയ്യുന്നു എമർജൻസി ടൈമിന്. അവയെ സസ്പെൻഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? അത് ജർമ്മനിയിൽ നിന്നാണ്. ആ രണ്ട് ഫാക്ട്സും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടെ നോക്കാം. പാർട്ട് 18 ഈ ഒരു അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. 3 തരം അടിയന്തരാവസ്ഥകളാണ്. ഒന്ന് നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, ഫിനാൻഷ്യൽ എമർജൻസി 360, സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356. സ്റ്റേറ്റ് എമർജൻസിയെ പ്രസിഡൻഷ്യൽ റൂൾ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ശരി. ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ സെക്ഷൻ ഓൺ സിറ്റിസൺഷിപ്പ് ഡ്രോസ് ഇൻസ്പിറേഷൻ ഫ്രം വിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ ഏക പൗരത്വം കടമെടുത്തിരിക്കുന്നത് UK നിന്നാണ്. അപ്പോൾ UK നിന്നും കടമെടുത്ത മറ്റ് ഫാക്ട്സുകൾ നമുക്കൊന്ന് നോക്കാം. റിട്ട്, സിറ്റിസൺഷിപ്പ്, ഓഫീസ് ഓഫ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, റൂൾ ഓഫ് ലോ, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അപ്പോൾ 5 ഫാക്ട്സ് ഏതൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, UK നിന്നും കടമെടുത്തതാണ് റിട്ട്, സിറ്റിസൺഷിപ്പ്, CAG നിയമവാഴ്ച, അതുപോലെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഓക്കെ, യെസ്. ദ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ ഹെർമൻ ഗുണ്ടറ്റ്. 1847 രാജ്യസമാചാരമാണ് ഹെർമൻ ഗുണ്ടറ്റ് തുടങ്ങിയ ആദ്യത്തെ പത്രം. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം മലയാള ഭാഷാ വ്യാകരണം. ഓക്കെ, ദ ഫസ്റ്റ് മലയാളം ഗ്രാമർ ബുക്ക് ഈസ് ഓൾസോ നോൺ ആസ് മലയാള ഭാഷാ വ്യാകരണം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ലോക്സഭ? GV മാവ്ലങ്കർ. ഓക്കെ, ഹി വാസ് ഗിവൺ ദ ടൈറ്റിൽ ബൈ ജവഹർലാൽ നെഹ്റു അല്ലേ. അത് ഓർത്ത് വെക്കുക. ജവഹർലാൽ നെഹ്റു ആണ് മാവ്ലങ്കറെ ഫാദർ ഓഫ് ലോക്സഭ എന്ന് വിളിച്ചതും അദ്ദേഹമാണ് ആദ്യത്തെ ലോക്സഭ സ്പീക്കറും എന്നുള്ളത് ഓർത്തു വെക്കുക. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ദാദാ സാഹിബ് എന്നാണ് അദ്ദേഹം പ്രശസ്തനായിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് അല്ലേ പ്രശസ്തി നേടിയത്. നെക്സ്റ്റ്, ദ ഇവൻറ്റ് ടുക്ക് പ്ലേസ് ഓൺ March 12, 1925 at Shivagiri Mutt.
രണ്ട് വ്യക്തികൾ തമ്മിൽ ശിവഗിരി മട്ടിൽ എന്ത് ചെയ്തു? 1925 മാർച്ച് 12 കണ്ടുമുട്ടി. അത് ആരൊക്കെയാണ്? മഹാത്മാഗാന്ധി ആൻഡ് ശ്രീനാരായണ ഗുരു. ഓക്കെ, ചില ഫാക്ട്സും കൂടെ നമുക്ക് നോക്കാം. ഗുരുവിനെ കണ്ടുമുട്ടിയത് ചട്ടമ്പി സ്വാമികൾ ഏത് വർഷമായിരുന്നു? 1882. 91 കുമാരനാശാൻ ഗുരുവിനെ കണ്ടു അല്ലേ? ഡോക്ടർ പൽപ്പു ഗുരുവിനെ കണ്ടുമുട്ടിയത് 1895 അയ്യങ്കാളി 1912. രവീന്ദ്രനാഥ് ടാഗോറും CF ആൻഡ്രൂസും ഗുരുവിനെ വന്ന് കണ്ടത് 1922 എന്നുള്ളതും ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫാക്റ്റ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ? GP പിള്ള അല്ലെങ്കിൽ G പരമേശ്വരൻ പിള്ള എന്നറിയപ്പെടുന്നതാണ്. ഓക്കെ, കേരളത്തിലെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്, മോഡേൺ ട്രാവൻകൂറിലെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഫാദർ എന്ന് അറിയപ്പെടുന്നത്. നെയിം ദ ബ്രിട്ടീഷ് മിഷണറി who established the English school at Mattancherry in 1818 with the financial aid from Cochin government, that is Reverend J. Dawson. ഓക്കെ, അപ്പോൾ ഡോസൺ ആണ് ബ്രിട്ടീഷ് മിഷണറി നയിച്ച് മട്ടാഞ്ചേരിയിൽ ആദ്യമായിട്ട് സ്കൂൾ അല്ലെ 1818 ആരംഭിക്കുന്നത്. ഓക്കെ, അതിൽ സാമ്പത്തിക സഹായം കൊച്ചിൻ സർക്കാരും കൊടുത്തിരുന്നു. നോക്കാം. ടീച്ചിങ് ആസ് എ ലേണർ സെൻറ്റേർഡ് ആക്ടിവിറ്റി മീൻസ് അവിടെ ഇൻസ്ട്രക്ടേഴ്സ് എൻഷുവേഴ്സ് ദാറ്റ് ലേണിംഗ് ഈസ് മെയ്ഡ് പോസിബിൾ ഫോർ നൊവൈസ് ലേണേഴ്സ്. ഓക്കെ, അപ്പോൾ ലേണർ സെൻറ്റേർഡ് ആക്ടിവിറ്റിയിൽ ടീച്ചർ എന്താ പ്രൊവൈഡ് ചെയ്യുന്ന? നൊവൈസ് ലേണേഴ്സ്. നൊവൈസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തുടക്കക്കാരായിട്ടുള്ള ലേണേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, ലേണർ സെൻറ്റേർഡ് ആക്ടിവിറ്റിയിൽ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which sociologist argues that school is miniature and reflection of society rather than an individual? That is John Dewey. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളും കൂടെ നമുക്കൊന്ന് പഠിക്കാം. The School and Society in 1899 and Democracy and Education 1960. ഓക്കെ, ജോൺ ഡ്യൂയിയുടെ ബുക്സാണ് എന്ന് ഓർത്ത് വെക്കുക. In the laissez-faire relationship, the students are more cooperative. Laissez-faire relationship, students are more cooperative. The most effective way to teach occupation skill is the demonstration method. In which method does the teacher provides direct instruction and the students primarily receive information from the teacher? That is expository teaching. Which method is helpful in bringing out the creative and investigating aspect of the child? That is project method. Project method of teaching is an outstanding contribution of pragmatism. Which method is an autocratic teaching method? That is lecture method. The phrase "these waters rolling from their mountain springs and a soft inland murmur." Find out the figure of speech. അപ്പോൾ നമ്മൾ ലിറ്റററി പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് തന്നിരിക്കുന്നത്. ടിൻറ്റൻ ആബിയിൽ നിന്നുള്ള ലൈൻസാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഓക്കെ, ദീസ് വാട്ടേഴ്സ് റോളിംഗ് ഫ്രം ദെയർ മൗണ്ടൻ സ്പ്രിങ്സ് വിത്ത് എ സോഫ്റ്റ് ഇൻലാൻഡ് മർമർ. Reflection on Language is a book written by Noam Chomsky which was published in the year 1975. അദ്ദേഹത്തിൻ്റെ മറ്റ് ചില പുസ്തകങ്ങൾ കൂടെ നോക്കാം. സിൻടാക്റ്റിക് സ്ട്രക്ചർ, അത് പബ്ലിഷ് ചെയ്ത വർഷം 1957. അദ്ദേഹം TG ഗ്രാമറും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു അല്ലേ. ദ കൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ഫോർമേറ്റീവ് ജനറേറ്റീവ് ഗ്രാമർ വാസ് ഗിവൺ ബൈ നോം ചോംസ്കി. ഹൂ സേസ് ദ പർപ്പസ് ഓഫ് ആർട്ട് ഈസ് ടു മേക്ക് ദ സ്റ്റോൺ സ്റ്റോണി? റഷ്യൻ ഫോർമുലിസവുമായി റിലേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ദാറ്റ് ഈസ് വിക്ടർ സ്ലൊവാസ്കി. ഇൻ ദ ഒറിജിനൽ ബ്ലൂംസ് ടാക്സോണമി, വാട്ട് ഈസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് കോംപ്ലക്സിറ്റി? നോളജ്. നമുക്ക് ആ ഒരു സ്ട്രക്ചർ 1956 2001 ആ ഒരു റിവൈസ്ഡ് വേർഷനൊക്കെ ഒന്ന് പഠിക്കാം. ആദ്യത്തെ അതിൻ്റെ ബേസിൽ 56 നോക്കിയ നോളജ്, തൊട്ട് മുകളിൽ കോംപ്രിഹെൻഷൻ, അതിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. റിവൈസ്ഡിൽ വരുന്നത് റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനാലൈസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ് ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ. വെൻ വാസ് ഡോൾസ് ഹൗസ് പബ്ലിഷ്ഡ്? ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഓൺ 21st December 1879. By whom? It was none other than
നോർവീജിയൻ പ്ലേ റൈറ്റ് ഹെൻറിക് ഇബ്സൺ അല്ലേ, ഹെൻറിക് ഇബ്സൻ്റെ നോർവീജിയൻ പ്ലേ റൈറ്റ് അദ്ദേഹമാണ് ഡോൾസ് ഹൗസ് എഴുതിയത്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1879 ഡിസംബർ 21 ഓർത്ത് വെക്കുക. ഹൂ സേസ് ലാംഗ്വേജ് ലേണിംഗ് ഈസ് എസെൻഷ്യൽ ഇൻ ഹാബിറ്റ് ഫോമിംഗ് പ്രോസസ്? പാൽമ സെറ്റ് ലാംഗ്വേജ് ലേണിംഗ് ഈസ് എസെൻഷ്യൽ ഇൻ ഹാബിറ്റ് ഫോമിംഗ് പ്രോസസ്. കുറച്ച് സിനണിംസ് ആണ്. നാക്കെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡാമേജ് സംതിങ് സിവിയർലി. ഐ നാക്കേഡ് മൈ ആങ്കിൾ വൈൽ പ്ലേയിങ് ഓൺ സൺഡേ. മറ്റ് ചില വാക്കുകളും കൂടെ നോക്കാം. ഷാഡോ, ലൂസ് ക്ലോത്ത് അല്ലെങ്കിൽ ഹിജാബ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ്. ഡിസീവൽ, അൺടൈഡി. ബാഫ്ലിംഗ്, പസ്ലിംഗ് ഓർ കൺഫ്യൂസിങ്. ലീനിയൻറ്റ്, നോട്ട് സ്ട്രിക്റ്റ്. ഒഡേഷ്യസ്, ബോൾഡ്. റിപ്പൾസീവ്, ഡിസ്ഗസ്റ്റിംഗ്. ഓക്കെ, അതിൻ്റെ ഫോണിറ്റിക് സ്ക്രിപ്റ്റ്സും കൂടെ ഉണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. The bilingual method was first adopted by Dr. C.J. Dodson, who says the only basis of correctness in a language is the usage of native speaker. C.C. Fries. Which organ is considered the primary articulator in speech? Tongue. How many voiced consonant sounds are there in English? 15. Diphthongs are also called as vowel glides or gliding vowels. What is the role of local code in speech? What is the role of vocal cord in speech? Create sound vibrations. Which speech organ is responsible for controlling airflow into the nasal cavity? Soft palate. The three phases in Showalter historical mode of women writing. First phase is a feminine phase 1848 to 1880. Second phase, the feminist phase 1880 to 1920. And the last phase, that is female phase 1920 to present day. What characterizes the feminine phase? Here the women writers imitate the male literary standards. In feminist phase, in the second phase, they are protesting against the male dominance, and in the last phase, that is the present phase, female women writers focus on female identity and experience. Richard Steele wrote under the pseudonym Isaac Beckerstaff. The Trumpet Club was published. He is the writer of the work Trumpet Club. It was published in the magazine Tatler on February 11, 1710. Nagamandala is based on two folk stories which Karnad heard from his guru A.K. Ramanujan. It was published in 1988. Total number of acts 2. The School for Scandal was first performed in London on 8th May 1777 in the where? It is Drury Lane. The School for Scandal was performed in Drury Lane in London at 8th May 1777. The most important literary device employed in the poem "This is a photograph of me," that is enjambment. This is a photograph of me is written by Margaret Atwood. It was published in 1964, written in free verse. The poem Africa is a dramatic monologue written by David Diop. Which poet's lines are used as the epigraph of the poem The Glass Menagerie? E. Cumming. Nowadays, nobody, not even the rain, has such small hands. What is the function of the lips in speech production? Form bilabial sounds.
A console refers to the dash control room of a language lab. Which among the following is a trisyllabic word available economy impatient measure? It is impatient. Each, other, and one another are dash type of pronouns. They are reciprocal pronouns. Which of the following belongs to the category of functional words? Preposition. The rhyme scheme of the poem A Prayer for My Daughter is A B B C D D C. 10 stanzas of each 8 lines published in 1921. Poetic collection Michael Roberts and the Dancer. And the last question, reading is a complex negotiation between the text and the reader, is the definition given by Weaver in the year 1988. So friends, thank you for watching. So please comment, like the video, share. Thank you. Best of luck for the exam.